എല്ലാവർക്കും PSC എഡ്യു സെൻ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ദഹന വ്യവസ്ഥയാണ്. മനുഷ്യ ശരീരത്തിലെ ദഹന വ്യവസ്ഥ എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ ആഹാരം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കുന്നത്, അതിന് ശരീരത്തിലെ ഏതൊക്കെ അവയവങ്ങളാണ് നമ്മളെ സഹായിക്കുന്നത് എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇത് 9th SCERT ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടാണ്. ബയോളജി സെക്കൻഡ് ചാപ്റ്റർ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് ദഹനം? സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ചെറുഘടകങ്ങൾ അല്ലെങ്കിൽ ലഘുവായി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം. സങ്കീർണമായ നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ ചെറുഘടകങ്ങളാക്കി മാറ്റി അതിൽ നിന്ന് പോഷകാഹാരങ്ങൾ ആഗിരണം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ദഹനം എന്ന് പറയുന്നത്. ദഹനത്തിന് സഹായിക്കുന്ന ഭാഗങ്ങളാണ് വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, മലാശയം. ഇവ ഓരോന്നും എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ കഴിക്കുന്ന ആഹാരം വായിൽ വെച്ച് ചെറുഘടകങ്ങളാകുന്നു. ആ ചെറുഘടകങ്ങളാവാൻ സഹായിക്കുന്നത് നമ്മുടെ പല്ലുകളാണ്. ഈ പല്ലുകളാണ് നമ്മൾ കഴിക്കുന്ന വലിയ ആഹാരത്തെ ആദ്യമായിട്ട് ചെറുഘടകങ്ങളാക്കുന്നത് പല്ലുകളാണ്. അപ്പോൾ അതിന് സഹായിക്കുന്ന പല്ലുകൾ 4 തരത്തിലുണ്ട്. അതായത് നമ്മുടെ പല്ലുകൾ 4 തരത്തിലാണ്. ഏതൊക്കെയാണ് അവയെന്ന് നോക്കാം. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ഈ 4നും വ്യത്യസ്ത ധർമ്മങ്ങളാണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഉളിപ്പല്ല് ആഹാരം കടിച്ചു മുറിക്കുന്നതിന് സഹായിക്കുന്നു. ആഹാരം കടിച്ചു മുറിക്കാനാണ് ഉളിപ്പല്ല് സഹായിക്കുന്നത്. ആഹാരം കടിച്ചു കീറാൻ കോമ്പല്ല് സഹായിക്കുന്നു. അപ്പം നമുക്ക് ഒരു കണക്ഷൻ വെച്ച് കഴിഞ്ഞാൽ കീറാൻ കോമ്പല്ല്, അങ്ങനെ ഒരു കണക്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമ്പല്ലിൻ്റെ ധർമ്മം ചോദിച്ചാൽ കിട്ടും. മാറിപ്പോവില്ല, ഉളിപ്പല്ലായിട്ട് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കണക്ഷൻ വെക്കാം. കോമ്പല്ല് ആഹാരം കടിച്ചു കീറാൻ, കോമ്പല്ല് കീറാൻ. ഓക്കെ. അഗ്രചർവണകവും ചർവണകവും സെയിം ഫങ്ഷനാണ്, ആഹാരം ചവച്ചരയ്ക്കാൻ. ചർവണകവും ആഹാരം ചവച്ചരയ്ക്കാൻ. ഓക്കെ. ഉളിപ്പല്ല് കടിച്ചു മുറിക്കാനും കോമ്പല്ല് കടിച്ചു കീറാനും ചർവണകവും ആഹാരം ചവച്ചരയ്ക്കാനുമാണ്. ഇനി നമുക്ക് പല്ലിൻ്റെ ഘടന നോക്കാം. പല്ലിനെ പ്രധാനമായും ദന്തമകുടം, ദന്തകളം, ദന്തമൂലം എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ വരുന്ന പല്ലിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ഇനാമൽ, ഡെൻറ്റൈൻ, പൾപ്പ്, സിമൻറ്റം. ഇനാമലിന് എന്താണ് ഇനാമൽ കടുപ്പമേറിയ ഭാഗമാണ്. വെള്ള നിറത്തിൽ കാണപ്പെടുന്ന നിർജ്ജീവമായ ഭാഗമാണ്. പല്ലിലെ നിർജ്ജീവ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം വരിക ഇനാമലാണ്. ചോദിച്ചിട്ടുണ്ട്. വെള്ള നിറത്തിൽ കാണപ്പെടുന്ന കടുപ്പമേറിയ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഡെൻറ്റൈൻ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല. ജീവനില്ലാത്തത് ഇനാമലാണെങ്കിൽ ജീവനുള്ളതാണ് ഡെൻറ്റൈൻ. അടുത്ത് പൾപ്പ് കാവിറ്റിയിൽ യോജകലകളും രക്തക്കുഴലുകളും ലിംഫ് വാഹികളും കാണപ്പെടുന്നുണ്ട്. നാഡീതന്തുക്കൾ, അതാണ് പൾപ്പ് കാവിറ്റിയിലാണ് ഇവയൊക്കെ കാണുന്നത്. സിമൻറ്റം മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജകല. സിമൻറ്റമാണ് മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നതാണ് സിമൻറ്റം. ഓക്കെ. പല്ലിൻ്റെ 4 പാർട്സ് നമ്മൾ പഠിച്ചു. ഇനാമൽ നിർജ്ജീവമായ ഭാഗം, കടുപ്പമേറിയത്, വെള്ള നിറത്തിൽ കാണപ്പെടുന്നു. ഡെൻറ്റൈൻ ജീവനുള്ള കല, പല്ലിൻ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ചോദിച്ചാൽ ഡെൻറ്റൈൻ ആണ്. പിന്നെ പൾപ്പിലാണ് നമ്മൾ രക്തക്കുഴലുകളും യോജകലകളും മറ്റും കാണപ്പെടുന്നത്, പൾപ്പ് കാവിറ്റിയിൽ. സിമൻറ്റം മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജകലയാണ് സിമൻറ്റം. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഫങ്ഷൻ നാക്ക് എങ്ങനെയാണ് ഇതിന് സഹായിക്കുന്നതെന്ന് നോക്കാം, പല്ലുകളെ സഹായിക്കുന്നതെന്ന് നോക്കാം. ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരുമായി കൂട്ടിക്കലർത്തുന്നതും പല്ലുകൾക്ക് ചവച്ചരയ്ക്കുന്നതിന് വേണ്ട സഹായം ചെയ്യുന്നതും നാക്കാണ് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരുമായി കൂട്ടിക്കലർത്തുന്നത്. അപ്പോൾ അത് പല്ലിന് ചവച്ചരയ്ക്കാൻ എളുപ്പമായിരിക്കും. കൂടാതെ നാക്ക് എന്ത് ചെയ്യുന്നു? രുചി അറിയാൻ നാക്കിലെ സ്വാദുമുകുളങ്ങൾ സഹായിക്കുന്നു. നാക്കിലെ സ്വാദുമുകുളങ്ങളാണ് നമുക്ക് രുചി അറിയാൻ സഹായിക്കുന്നത്. ഭക്ഷണം ചവച്ചരയ്ക്കുന്നതിനും അന്നനാളത്തിലേക്ക് കടത്തി വിടുന്നതിനും മുഖ്യ പങ്ക് വഹിക്കുന്നത് നാക്കും പല്ലുകളുമാണ്. നമ്മളിപ്പോൾ പഠിച്ചു എങ്ങനെയാണ് നാക്കിൻ്റെയും പല്ലിൻ്റെയും കൂട്ടായ പ്രവർത്തനം മൂലമാണ് നമുക്ക് ഭക്ഷണം ചവച്ചരയ്ക്കുന്നതിനും അന്നനാളത്തേക്ക് കടത്തി വിടുന്നതിനും സഹായിക്കുന്നത്. ഓക്കെ. ഇനി ഉമിനീരും ദഹനവും. എങ്ങനെയാണ് ഉമിനീർ ഗ്രന്ഥികൾ നമ്മുടെ ദഹന വ്യവസ്ഥയിൽ സഹായിക്കുന്നത് നോക്കാം. നമുക്ക് 3 ഉമിനീർ ഗ്രന്ഥികളാണ് വായിലുള്ളത്, 3 ജോഡി. ഉമിനീർ ഗ്രന്ഥികളിൽ നിന്ന് ശ്രമിക്കുന്ന ഉമിനീരിൽ സലൈവറി അമിലേസ്, ലൈസോസം എന്നീ രാസാഗ്നികളും ശ്ലേഷ്മവും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഉമിനീർ ഗ്രന്ഥികളാണ്
ഗ്രന്ഥികൾ വഴിയാണ് നമുക്കെന്ത് സലൈവറി അമിലേസ്, ലൈസോസോം, ശ്ലേഷ്മം എന്നിവ ലഭിക്കുന്നത്. ഇതിന് ഓരോന്നിനും സെപ്പറേറ്റ് ഫങ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് 3 ജോഡി ഉമിനീർഗ്രന്ഥികളാണ് വായിലുള്ളത്. ഈ ഉമിനീർഗ്രന്ഥികളിൽ നിന്ന് സ്രവിക്കുന്ന സലൈവറി അമിലേസ്, ലൈസോസോം, ശ്ലേഷ്മം എന്നിവ എന്താണ് നമുക്ക് ദഹനത്തിൽ സഹായിക്കുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തിൽ വഴുവഴുപ്പുള്ളതാക്കുന്നതാണ് ശ്ലേഷ്മം. ശ്ലേഷ്മമാണ് ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തിൽ വഴുവഴുപ്പുള്ളതാക്കുന്നത്. ഓക്കെ. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കുന്നതാണ് ലൈസോസോം സഹായിക്കുന്നത്. അതായത് ലൈസോസോമിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കുന്നു. സലൈവറി അമിലേസ് അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കുന്നു. ലൈസോസോം എന്താണ് ചെയ്യുന്നത്? ഭക്ഷണത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. സലൈവറി അമിലേസ് ആവട്ടെ അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കറികളൊന്നും ഇല്ലാതെ ചോറ് ചവച്ചരച്ചാൽ ചെറുതായിട്ട് മധുരം അനുഭവപ്പെടുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സലൈവറി അമിലേസ് അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കുന്നത് കൊണ്ടാണ് അങ്ങനെ നമുക്ക് മധുരം അനുഭവപ്പെടാറുള്ളത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് ചെറിയൊരു പോർഷനാണ് പറഞ്ഞത്. അതായത് വായിൽ ആഹാരം എത്തിക്കഴിഞ്ഞാൽ അത് പല്ലിൻ്റെയും നാക്കിൻ്റെയും സഹായത്താലും ഉമിനീർഗ്രന്ഥികളിൽ സഹായത്താലും കൂടി സഹായത്താൽ എങ്ങനെ ചെറിയ രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. ഇനിയും ഈ ദഹന വ്യവസ്ഥയ്ക്ക് കുറച്ച് പാർട്ടുകളുടെ അന്നനാളത്തിൽ, ആമാശയത്തിലൊക്കെ വെച്ച് എങ്ങനെ ദഹിക്കപ്പെടുന്നു, എങ്ങനെ അത് ചെറു ഘടകങ്ങളാകുന്നു, അന്നനാളത്തിലൂടെയുള്ള മൂവ്മെൻറ്റ് എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ വരും ക്ലാസ്സുകളിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് കൂടുതൽ ഗംഭീരമാവുകയുള്ളൂ. സോ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.